ശ്രീ മഹാദേവ്യൈ നമ. ഇന്ന് നമ്മുടെ 14-ാമത്തെ ക്ലാസ്സാണ്. 111-ാമത്തെ നാമം വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് 112-ാമത്തെ നാമം മുതൽ പഠിക്കാം. ഈ നാമം മുതൽ ദേവിയുടെ ഭക്താനുഗ്രഹ സ്വഭാവം വർണ്ണിക്കുന്നു. നാമം 112 ഭവാനി. ഓം ഭവാന്യൈ നമഃ. ഭവാനി എന്നാൽ ഭവൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം. ഭവൻ എന്നാൽ പരമശിവൻ. അപ്പോൾ ശിവൻ്റെ പത്നിയായ ദേവിയാണ് ഭവാനി എന്ന പദം കൊണ്ട് അർത്ഥമാകുന്നത്. ശിവനോട് ചേർന്നിരിക്കുന്ന ശക്തി സ്വരൂപിണി. ഭവം എന്ന പദം മഹാദേവനെയും സംസാരത്തെയും കാമനെയും അർത്ഥമാക്കുന്നു. ദേവി പുരാണത്തിൽ രുദ്രോ ഭവോ ഭവ കാമോ ഭവ സംസാരസാഗര തത് പ്രാണനാദിയം ദേവി ഭവാനി പരികീർത്തിത എന്ന് കാണുന്നു. ശിവനെ ജീവിപ്പിക്കുന്നവൾ, കാമനെ ജീവിപ്പിക്കുന്നവൾ, സംസാരസാഗരത്തിന് ചൈതന്യമായുള്ളവൾ എന്നീ വിധത്തിൽ ഈ പദത്തിന് അർത്ഥം കൽപ്പിച്ചു കാണുന്നു. അഷ്ടമൂർത്തിയായ ശിവൻ്റെ ഒരു രൂപം ജലമാണ്. ജലരൂപിയായ ഭവനിൽ നിന്ന് അഭിന്നയായത് കാരണം ദേവിക്ക് ഭവാനി എന്ന നാമം ലഭിച്ചു. ജലരൂപത്തിൽ എല്ലാ ജീവികളുടെയും ജീവനമായി വർത്തിക്കുന്നവൾ എന്നാണ് അർത്ഥം. തന്നെ ഭജിക്കുന്ന ഭക്തനെ അനുഗ്രഹിച്ച് സാരൂപ്യമോക്ഷം നൽകുന്നതിൽ ഒട്ടും കാലതാമസമില്ലാതെ അനുഗ്രഹിക്കുന്നവളെന്നും ഭവാനി എന്ന നാമത്തിന് അർത്ഥമുണ്ട്. സൗന്ദര്യലഹരിയിലെ 22-ാം ശ്ലോകത്തിൽ ശ്രീ ശങ്കരാചാര്യർ ഭവാനിത്വം ദാസേ മയി വിതര ദൃഷ്ടിം സകരുണാം ഇതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനിത്വമിതിയഃ തദൈവ ത്വം തസ്മൈ ദിശസി നിജ സായുജ്യ പദവീം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാജിത പദാം എന്ന് പറയുന്നു. ഇതിൻ്റെ അർത്ഥം, അല്ലയോ ഭവാനി, നിന്തിരുവടിയുടെ ദാസനായ അടിയനിൽ കരുണാപൂർവമായ ദൃഷ്ടി പതിപ്പിക്കണമേ എന്ന് സ്തുതിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തൻ ഭവാനിത്വം എന്നു മാത്രം പറയുമ്പോഴേക്കും അമ്മ ആ ഭക്തന് വിഷ്ണു, ബ്രഹ്മ, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരുടെ പ്രകാശിക്കുന്ന കിരീടങ്ങളാൽ നീരാജനം ചെയ്യപ്പെടുന്ന നിന്തിരുവടിയുടെ സായുജ്യത്തെ ദാനം ചെയ്യുന്നു. ദേവിയുടെ പാദങ്ങൾ തന്നെ ഭക്തന് പ്രാപ്യമാകുന്നു. ഭവാനി ക്ഷിപ്രപ്രസാദിയാണെന്നാണ് ഇത് തെളിയിക്കുന്നത്. നാമം 113 ഭാവനാഗമ്യ. ഓം ഭാവനാഗമ്യായൈ നമഃ. ഭാവന അധികം അഗമ്യ എന്നും ഭാവന അധികം ഗമ്യ എന്നും 2 തരത്തിൽ വ്യാഖ്യാനിച്ചു കാണുന്നു. ഭാവന എന്നാൽ സങ്കല്പം എന്നൊരർത്ഥമുണ്ട്. ഭാവന അധികം അഗമ്യ എന്നു വച്ചാൽ ഭാവന കൊണ്ട് ഗമിക്കുവാൻ കഴിയാത്തവൾ, അതായത് സങ്കല്പം കൊണ്ട് പ്രാപിക്കപ്പെടുവാൻ കഴിയാത്തവൾ എന്നും അർത്ഥമുണ്ട്. ഇനി ഭാവന അധികം ഗമ്യ എന്ന് ഈ നാമത്തെ സ്വീകരിക്കുകയാണെങ്കിൽ ഭാവന കൊണ്ട് ഗമിക്കത്തക്കവൾ എന്നാണ് അർത്ഥം. അതായത് സങ്കല്പം കൊണ്ട് പ്രാപിക്കാവുന്നവൾ. ഭാവന അധികം അഗമ്യ എന്ന് പറയുമ്പോൾ സങ്കല്പിക്കാനാകാത്ത ഐശ്വര്യവും ശക്തിയും ഉള്ളവൾ എന്നാണ് അർത്ഥം. ഭാവനയ്ക്ക് ധ്യാനം എന്നൊരർത്ഥമുണ്ട്. പ്രാണായാമം മുതലുള്ള യോഗചര്യകളുടെയും മന്ത്രതന്ത്രാദികളുടെയും സഹായത്താൽ മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കി ഭാവനയിലൂടെ പ്രാപിക്കപ്പെടാവുന്നവൾ എന്നും വ്യാഖ്യാനിച്ചു കാണുന്നു. ഭാവനയെ ആത്മജ്ഞാനത്തിനുള്ള അഭിനിവേശമാണെന്ന് ശ്രീ ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ അഭിനിവേശത്തോടെയുള്ള ഉപാസന സകളമായാലും നിഷ്കളമായാലും അതിലൂടെ ദേവിയെ പ്രാപിക്കാം. ഭക്തനും ഭക്തിയും ദേവിയും തമ്മിലുള്ള അഭേദത്വമാണ് ഭാവന എന്ന
പദമെന്നും ഈ പദം ശ്രീചക്ര പൂജയെയാണ് സൂചിപ്പിക്കുന്നതെന്നും ചില വ്യാഖ്യാതാക്കൾ പറയുന്നു. ഇനി നാമം 114 ഭവാരണ്യ കുഠാരിക. ഓം ഭവാരണ്യ കുഠാരികായൈ നമഃ. പദം പിരിക്കാം. ഭവ അധികം അരണ്യ അധികം കുഠാരിക. ഭവ എന്നാൽ ഭവമാകുന്ന, അതായത് സംസാരമാകുന്ന അല്ലെങ്കിൽ ലൗകികമാകുന്ന. അരണ്യ എന്നാൽ കാട്. കുഠാരിക എന്നാൽ കോടാലി അല്ലെങ്കിൽ മഴു. അപ്പോൾ സംസാരമാകുന്ന കാടിന്, അതായത് ലൗകിക ബന്ധങ്ങളാകുന്ന കാടിന് കോടാലിയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ഭവം അഥവാ ലൗകിക ജീവിതം ഒരു വനം പോലെ ഗഹനമാണ്. കാലം കൊണ്ട് ഉണങ്ങിയാലും വീണ്ടും തളിർത്തു വരും. അതുപോലെയാണ് ലൗകിക വാസനകളും. ഒരു മനുഷ്യനാൽ വനത്തെ നശിപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞതുപോലെ ലൗകിക ബന്ധങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും അത്ര എളുപ്പമല്ല. നിരന്തരമായ അഭ്യാസം കൊണ്ടും മനോനിയന്ത്രണം കൊണ്ടും മനസ്സിനെ ലൗകിക ബന്ധങ്ങളിൽ നിന്ന് മോചിപ്പിച്ചാലും വീണ്ടും ലൗകിക ബന്ധങ്ങളിലേക്ക് വീണു പോകാനിടയുണ്ട്. ഈ നാമത്തിൽ ദേവിയെ ഭവമാകുന്ന വനത്തിന് കുഠാരികയായി പറഞ്ഞിരിക്കുന്നു. ലൗകിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം വേണം. കാടിനെ സമൂലം നശിപ്പിക്കുന്ന കോടാലി അല്ലെങ്കിൽ മഴു പോലെ ദേവി പ്രവർത്തിക്കുന്നു. ഭക്തനെ ലൗകിക ബന്ധങ്ങളിൽ നിന്നും വേർപെടുത്തി ശാശ്വതമായ മോക്ഷം നൽകാൻ ദേവിയുടെ കാരുണ്യത്തിന് കഴിയും എന്നാണ് ഈ നാമം വ്യക്തമാക്കുന്നത്. ഇനി നാമം 115 ഭദ്രപ്രിയ. ഓം ഭദ്രപ്രിയായൈ നമഃ. ഭദ്ര അധികം പ്രിയ. ഭദ്രം എന്നാൽ മംഗളകരമായ, പ്രിയ എന്നാൽ പ്രിയമുള്ളവൾ. നാമത്തിൻ്റെ അർത്ഥം ഭക്തന്മാർക്ക് മംഗളം വരുത്തുന്നതിൽ താൽപ്പര്യമുള്ളവൾ എന്നാണ്. എന്നാൽ ഈ നാമത്തിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. ഭദ്രപ്രിയ എന്ന് പറഞ്ഞാൽ ശിവനെ പ്രിയപ്പെടുന്നവൾ എന്നും ശിവന് പ്രിയപ്പെട്ടവളെന്നും ഒരു മുഖ്യമായ അർത്ഥമുണ്ട്. മംഗളകരമായ സർവകാര്യങ്ങളും ഇഷ്ടപ്പെടുന്നവളെന്നും പ്രദാനം ചെയ്യുന്നവളെന്നും മറ്റൊരർത്ഥം. ഭദ്രമെന്നാൽ മേരു എന്നൊരു അർത്ഥമുണ്ട്. ഈ അർത്ഥം സ്വീകരിച്ചാൽ മേരു രൂപത്തിലുള്ള ശ്രീചക്രപൂജ ഇഷ്ടപ്പെടുന്നവളെന്നും മേരുവിന് പിണ്ടാണ്ടത്തിലെ നട്ടെല്ലെന്ന അർത്ഥത്തിൽ കുണ്ടലിനി യോഗം ഇഷ്ടപ്പെടുന്നവളെന്നും വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. ഭദ്രമെന്നത് ലക്ഷണയുക്തമായ ആനയെ സൂചിപ്പിക്കുന്നു. അത്തരത്തിലുള്ള ആനകളെ ഇഷ്ടപ്പെടുന്നവൾ എന്നും ഈ നാമത്തിന് അർത്ഥമുണ്ടെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. ഇനി നാമം 116 ഭദ്രമൂർത്തി. ഓം ഭദ്രമൂർത്തേ നമഃ. ഭദ്ര അധികം മൂർത്തി. ഭദ്രമായ രൂപത്തോടു കൂടിയവൾ. ഏറ്റവും സുന്ദരവും ഐശ്വര്യദായകവുമായ രൂപമാണ് ദേവിയുടേത്. മുൻ നാമത്തിൽ പറഞ്ഞതുപോലെ ഭദ്രം എന്ന ശബ്ദത്തിൻ്റെ കൂടെ മൂർത്തി എന്ന് ചേർക്കുമ്പോൾ ശിവൻ മൂർത്തിയായുള്ളവൾ, മംഗളവും ഐശ്വര്യവും രൂപമായുള്ളവൾ, ശ്രീചക്രം സ്വരൂപമായുള്ളവൾ എന്നിങ്ങനെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. ഭദ്രമായ മൂർത്തിയോട്, അതായത് രൂപത്തോട് കൂടിയവളെന്നും ഭദ്രകാളി രൂപം കൈക്കൊണ്ടവളെന്നും എല്ലാ കാര്യങ്ങളും മംഗളകരമാക്കുന്നവൾ എന്നും വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നാമം 117 ഭക്ത സൗഭാഗ്യദായിനി. ഓം ഭക്ത സൗഭാഗ്യദായിന്യൈ നമഃ. ഭക്ത അധികം സൗഭാഗ്യ അധികം ദായിനി. ഭക്തന്മാർക്ക് സൗഭാഗ്യത്തെ ദാനം ചെയ്യുന്നവൾ. സൗഭാഗ്യം എന്ന പദം
ഭൗതികമായ ഐശ്വര്യങ്ങളെയും ആത്യന്തികമായി മോക്ഷത്തെയും അർത്ഥമാകുന്നു. ഭൗതികമായ ഐശ്വര്യങ്ങളെന്ന് പറയുമ്പോൾ അതിൽ ധനം, ആരോഗ്യം, കീർത്തി, ജ്ഞാനം തുടങ്ങിയവയെ ഭക്തിയോടുകൂടി തന്നെ ഭജിക്കുന്നവർക്ക് ദേവി നൽകുന്നു. ഭൗതികമായ ഐശ്വര്യങ്ങളെന്ന് പറയുമ്പോൾ അതിൽ ധനം, ആരോഗ്യം, കീർത്തി, ജ്ഞാനം തുടങ്ങിയവയെ ഭക്തിയോടുകൂടി തന്നെ ഭജിക്കുന്നവർക്ക് ദേവി നൽകുന്നു. രോഗശാന്തി, അപമൃത്യുവിൽ നിന്നു മോചനം, കടബാധ്യതകളിൽ നിന്നുള്ള മോചനം എല്ലാം ദേവി തൻ്റെ ഭക്തന് ദാനം ചെയ്യുന്നു. ഇനി നാമം 118 ഭക്തിപ്രിയ. ഓം ഭക്തിപ്രിയായൈ നമഃ. ഭക്തി അധികം പ്രിയ. ഭക്തി പ്രിയമായവൾ, അതായത് ഭക്തിയെ ഇഷ്ടപ്പെടുന്നവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. എന്താണ് ഭക്തി? ഈശ്വരനോടുള്ള പരമമായ പ്രേമമാണ് ഭക്തി എന്നാണ് ശ്രീ നാരദ മഹർഷി തൻ്റെ നാരദ ഭക്തി സൂത്രത്തിൽ ഭക്തിയെ നിർവചിച്ചിരിക്കുന്നത്. അദ്ദേഹം ഭക്തിക്ക് പല നിർവചനങ്ങൾ 84 സൂത്രങ്ങളിലായി നൽകിയിട്ടുണ്ട്. ഭക്തി പലതരത്തിലുണ്ടെങ്കിലും പ്രധാനമായും 2 തരത്തിലാണെന്ന് പറയുന്നു. ഗൗണി എന്നും പരാ എന്നും. ഇതിൽ പരാഭക്തിക്ക് മുഖ്യഭക്തി എന്നാണ് പേര്. തന്നെ മറന്ന് ഈശ്വരനിൽ തന്നെ ലയിക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ചിത്തവൃത്തിയാണ് പരാഭക്തി. എന്നാൽ ഗൗണി ഭക്തി സേവാരൂപമാണ്. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നിങ്ങനെ ഈശ്വരസേവ പല രൂപത്തിലാകാമെന്ന് ശ്രീ മഹാഭാഗവതം പറയുന്നു. ഈശ്വരപരമായ കഥകൾ കേൾക്കുക, ആരാധനാമൂർത്തിയെ സ്മരിക്കുക, കീർത്തനങ്ങൾ സ്തുതിച്ചു ചൊല്ലുക, ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ വെച്ച് ആരാധനാമൂർത്തിയുടെ പാദസേവനം നടത്തുക, പുഷ്പാദികൾ കൊണ്ട് മന്ത്രപുരസ്സരമായോ അല്ലാതെയോ അർച്ചന നടത്തുക, നമസ്കരിച്ചു വന്ദിക്കുക, ദാസഭാവത്തിലോ സുഹൃത് ഭാവത്തിലോ പെരുമാറുക, ആത്മനിവേദനം നടത്തുക, ഇങ്ങനെ പല വിധത്തിൽ ഗൗണഭക്തിക്ക് പല രൂപങ്ങളുണ്ട്. ഭക്തന് ഇപ്രകാരമെല്ലാം ദേവിയെ ആരാധിക്കാം. ഭക്തിയുടെ പ്രകടനം ബാഹ്യപൂജ, ആഭ്യന്തര പൂജ എന്നീ 2 തരത്തിലുണ്ട്. വിഗ്രഹം, ചിത്രം, ദീപം എന്നിവ വെച്ച് പുഷ്പം, കളഭം, നൈവേദ്യം തുടങ്ങിയ അർഘ്യപാദ്യങ്ങൾ കൊണ്ട് സ്തോത്രം, മന്ത്രം, കീർത്തനം എന്നിവയാൽ സ്തുതിച്ച് ആരാധനാമൂർത്തിയെ പ്രസാദിപ്പിക്കുന്നത് ബാഹ്യപൂജ. എന്നാൽ ആരാധനാമൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ച് ബാഹ്യപൂജാക്രമത്തിൽ ആരാധിക്കുന്നത് ആഭ്യന്തര പൂജ. പരാഭക്തി എന്നാൽ തന്നെ തന്നെ മറന്ന് ഈശ്വരനിൽ തന്നെ ലയിക്കുന്ന സർവോത്കൃഷ്ടമായ ചിത്തവൃത്തിയാണ്. ഈശ്വരനും ഭക്തനും തമ്മിൽ ഐക്യമുണ്ടാകുന്നതുകൊണ്ട് മേന്മ എപ്പോഴും പരാഭക്തിക്കാണ്. ഒരു സാധാരണക്കാരന് ആ പദവിയിലെത്തിച്ചേരാൻ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ മഹാന്മാരായ ഋഷീശ്വരന്മാർ പോലും ബാഹ്യപൂജാവിധികളും ആഭ്യന്തര പൂജാവിധികളും ആചരിച്ചിരുന്നു. ഭക്തി പരയായാലും ഗൗണിയായാലും ദേവിക്ക് പ്രിയമാണെന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ഇനി നാമം 119 ഭക്തിഗമ്യ. ഓം ഭക്തിഗമ്യായൈ നമഃ. ഭക്തി അധികം ഗമ്യ. ഭക്തി കൊണ്ട് പ്രാപിക്കാവുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ഭക്തി തന്നെ പല രൂപത്തിലുണ്ട്. മുൻ നാമത്തിൽ പറഞ്ഞതുപോലെ ഗൗണഭക്തിയും പരാഭക്തിയും പ്രധാനപ്പെട്ട 2 രീതികളാണ് ഇവ.
ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം എന്നീ രൂപത്തിലുള്ളതും സേവാരൂപത്തിലുള്ളതുമാണ് ഗൗണഭക്തി. ഭക്തൻ സ്വയം മറന്ന് ഈശ്വരനിൽ ലയിച്ച് ഒന്നായി തീരുന്നതാണ് പരാഭക്തി. ഏതുതരം ഭക്തിയായാലും ദൃഢമായ ഭക്തി വർദ്ധിച്ച് ദേവിയിൽ എത്തിച്ചേരും. അതുകൊണ്ടാണ് ദേവിയെ പ്രാപിക്കാനുള്ള മാർഗം ഭക്തിയാണ് എന്ന് പറയുന്നത്. ഇനി നാമം 120 ഭക്തിവശ്യ. ഓം ഭക്തിവശ്യായൈ നമഃ. ഭക്തി അധികം പശ്യ. ഭക്തി കൊണ്ട് വശ്യയാകുന്നവൾ, അതായത് അധീനയാകുന്നവൾ. തന്നെ ഭക്തിപൂർവ്വം ആരാധിക്കുന്ന ഉപാസകർക്ക് ദേവി സ്വാധീനയായിത്തീരും. ഭക്തപ്രിയയാണ് ശ്രീ പരമേശ്വരി. ഭക്തിപ്രിയ, ഭക്തിഗമ്യ, ഭക്തിവശ്യ എന്നീ 3 നാമങ്ങൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ ചതുർവിധ പുരുഷാർത്ഥങ്ങളും ഭക്തി കൊണ്ട് ലഭിക്കുമെന്നു മാത്രമല്ല, ഭക്തൻ്റെ ഏതാഗ്രഹവും സങ്കല്പവും ദേവി യാഥാർത്ഥ്യമാക്കും എന്നതാണ് സത്യം എന്ന് സൂചിപ്പിക്കുന്നു. മുക്തി ആഗ്രഹിക്കുന്നവർ ഭക്തിയെ തന്നെ ആശ്രയിക്കേണ്ടതാണെന്ന് ശ്രീ നാരദ മഹർഷി നാരദ ഭക്തി സൂത്രത്തിൽ 33-ാം സൂത്രത്തിൽ വ്യക്തമാക്കുന്നു. തസ്മാത് സൈവ ഗ്രാഹ്യ മുമുക്ഷുഭിഃ. നിരന്തരമായ ഭജനത്തിലൂടെ ഭക്തി ലഭ്യമാകുന്നു. സൂത്രത്തിലെ 36-ാം സൂത്രം അവ്യാവൃത്ത ഭജനാത് എന്നാണ്. ഭഗവത്ഗീത 18-ാം അധ്യായത്തിൽ 55-ാമത്തെ ശ്ലോകത്തിൽ ഭക്തി കൊണ്ട് എന്നെ നേരിട്ടറിയാൻ സാധിക്കുന്നു, ഞാൻ ആരാണെന്നും എൻ്റെ സ്വരൂപം എന്താണെന്നും അറിഞ്ഞ് എന്നിൽ ചേർന്ന് ഒന്നാകാനും കഴിയുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇനി നാമം 121 ഭയാപഹ. ഓം ഭയാപഹായൈ നമഃ. പദം പിരിക്കാം. ഭയ അധികം അപഹ. ഭയങ്ങളെ അപഹരിക്കുന്നവൾ അല്ലെങ്കിൽ ഭയങ്ങളെ നശിപ്പിക്കുന്നവൾ. മനുഷ്യജീവിതത്തിൽ ഏത് ഘട്ടത്തിലും ഭയം മനുഷ്യൻ്റെ സന്തത സഹചാരിയാണ്. ഒരു മനുഷ്യന് ശത്രുക്കൾ, ചോരന്മാർ, രോഗങ്ങൾ, മൃഗങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ഭയമുണ്ടാകുന്നു. വനത്തിലും നഗര, കൂപ, വാപി, തടാക, സാഗരാദികളായ ജലസ്ഥാനങ്ങളിലും മനുഷ്യന് ഭയമുണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ടാകാം. ഏത് സാഹചര്യത്തിലാണെങ്കിലും ദേവിയുടെ നാമം ജപിച്ചാൽ ഭയം നശിക്കുന്നു. എല്ലാ ഭയങ്ങളെയും ദേവിയുടെ സ്മരണ മാത്രം കൊണ്ട് ജയിക്കാമെന്നതിനാൽ ഭയാപഹ എന്ന നാമം ദേവിക്കുണ്ടായി. ഇനി നാമം 122 ശാംഭവി. ഓം ശാംഭവ്യൈ നമഃ. ശാംഭവി എന്നാൽ ശംഭുവിൻ്റെ പത്നി എന്നാണ് സ്ഥൂലാർത്ഥം. ശംഭുവിനെ സംബന്ധിച്ചവൾ എന്നാണ് പദത്തിൻ്റെ അർത്ഥം. ശംഭുഭക്തന്മാരുടെ, അതായത് ശാംഭവന്മാരുടെ മാതാവെന്നും വ്യാഖ്യാനിച്ചു കാണുന്നു. ശാംഭവി എന്ന് പറഞ്ഞാൽ 8 വയസ്സായ കന്യകയുടെ രൂപമുള്ളവൾ എന്നും അർത്ഥമുണ്ട്. ശാംഭവി എന്ന് പേരായി യോഗികൾ ആചരിക്കുന്ന ഒരു തന്ത്രമുദ്രയുണ്ട്. ആ മുദ്ര രൂപമായുള്ളവൾ എന്നാണ് രഹസ്യാർത്ഥം. ശാംഭവി മുദ്രയുള്ള ഭക്തന്മാർക്ക് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാത്ത നോട്ടമാണ്. കണ്ണിമകൾ അടയ്ക്കുകയോ തുറക്കുകയോ ചെയ്യാതെ നിശ്ചലമായി ഉള്ളിൽ ആത്മാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യോഗിയുടെ അവസ്ഥയാണ് ശാംഭവി ഭക്തന്മാർക്ക്. നാമം 123 ശാരദാരാധ്യ. ഓം ശാരദാരാധ്യൈ നമഃ. പദം പിരിക്കാം. ശാരദ അധികം ആരാധ്യ. ശാരദയാൽ ആരാധിക്കപ്പെടുന്നവൾ. ശാരദ സരസ്വതീ ദേവിയാണ്. ആദിപരാശക്തിയായ
ഈ നാമത്തിൻ്റെ അർത്ഥം. ശാരദ എന്ന് പുല്ലിംഗമായി വരുമ്പോൾ പണ്ഡിതൻ എന്ന അർത്ഥമാകുന്നു. സ്ത്രീലിംഗ രൂപത്തിൽ പണ്ഡിതയായവളെന്നും പുല്ലിംഗമായി സ്വീകരിച്ചാൽ പണ്ഡിതന്മാരാൽ ആരാധിക്കപ്പെടുന്നവളെന്നും അർത്ഥമാകുന്നു. ഇതിന് ഒരു വ്യാഖ്യാന ഭേദം കൂടി പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അത് ശാരദയിൽ ആരാധിക്കപ്പെടുന്നവൾ എന്നാണ്. ശാരദ എന്നാൽ ശരത്കാലം. ദേവി മഹാത്മ്യത്തിലെ 12-ാം അധ്യായത്തിൽ 11ഉം 12ഉം ശ്ലോകങ്ങളുടെ അർത്ഥം ഇപ്രകാരം പറയുന്നു. ശരത്കാലത്തും വർഷകാലത്തും ഏത് മഹാപൂജ ചെയ്യപ്പെടുന്നുവോ അതിൽ എൻ്റെ ഈ മാഹാത്മ്യത്തെ മനുഷ്യൻ ഭക്തിസമന്വിതം കേട്ടിട്ട് എൻ്റെ പ്രസാദത്താൽ സർവബാധകളിൽ നിന്നും നിർമുക്തനായി ധനം, ധാന്യം, സുതന്മാർ എന്നിവരോട് കൂടിയവനായി ഭവിക്കുന്നു. സംശയമില്ല. അപ്പോൾ നാമത്തിൻ്റെ അർത്ഥം 2 വിധത്തിലും പറയാം. സരസ്വതീ ദേവിയാൽ ആരാധിക്കപ്പെടുന്നവളെന്നും ശരത്കാലത്ത് ആരാധിക്കപ്പെടുന്നവൾ എന്നും. ഇനി നാമം 124 ശർവാണി. ശർവൻ്റെ പത്നി അല്ലെങ്കിൽ ശർവന് പത്നിയായവൾ, അതുമല്ലെങ്കിൽ ശർവനെ സംബന്ധിച്ചവൾ എന്നിങ്ങനെ വ്യാഖ്യാനിച്ച് കാണുന്നു. ശർവൻ എന്നാൽ ശിവൻ. ശിവൻ്റെ അഷ്ടമൂർത്തി സ്വരൂപങ്ങളാണ് ഭവൻ, ശർവൻ, രുദ്രൻ തുടങ്ങിയവ. ദേവിയുടെ നാമങ്ങൾ സ്ത്രീലിംഗ പ്രത്യയം ചേർത്ത് ഭവാനി, ശർവാണി, രുദ്രാണി എന്നിങ്ങനെ ഉണ്ട്. ശിവൻ്റെ ഓരോ സ്വരൂപത്തിനും തുല്യമായ ദേവീനാമങ്ങളുമുണ്ട്. അതിൽ ഭൂമിയുടെ സ്വരൂപമായതാണ് ശർവൻ, ദേവി ശർവാണി. ഇനി നാമം 125 ശർമ്മദായിനി. ഓം ശർമ്മദായിന്യൈ നമഃ. ശർമ്മം അധികം ദായിനി. ശർമ്മം ദാനം ചെയ്യുന്നവൾ. ശർമ്മം എന്നാൽ സുഖം, ദായിനി എന്നാൽ ദാനം ചെയ്യുന്നവൾ. അപ്പോൾ സുഖത്തെ ദാനം ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ഇഹലോകത്തും പരലോകത്തുമുള്ള ശാന്തിയാണ് ദേവി ഭക്തന് നൽകുന്നത്. ശർമ്മം എന്ന പദം ലൗകിക സുഖങ്ങളെയും മോക്ഷത്തെയും അർത്ഥമാക്കുന്നു. ദേവി ശർമ്മദായിനിയാണെന്ന് പറഞ്ഞാൽ ലൗകിക സുഖങ്ങളും മോക്ഷവും നൽകുന്നവൾ എന്നാണ് അർത്ഥം. ദേവി ഭാഗവതത്തിൽ സുഖം ദദാതി ഭക്തേഭ്യഃ തേനൈഷ ശർമ്മദായിനി എന്നുള്ള സ്തുതി ഇത് വ്യക്തമാക്കുന്നു. ഇനി 126-ാമത്തെ നാമം മുതൽ 15-ാമത്തെ ക്ലാസ്സിൽ പറയാം. അതായത് അടുത്ത വെള്ളിയാഴ്ച ജൂലൈ 5-ാം തീയതി. എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീ മഹാദേവ്യൈ